എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1201 നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പൂയ നക്ഷത്രക്കാരുടെ ഫലമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നക്ഷത്രങ്ങളിലെ 8ാമത്തെ നക്ഷത്രമായ പൂയം നക്ഷത്രരാജൻ എന്നാണ് അറിയപ്പെടുന്നത്. മികച്ച വ്യക്തിത്വമുള്ള നക്ഷത്രക്കാരാണ് പൂയ നക്ഷത്രക്കാർ. ആദ്യം ഒരു ചെറിയ മടിയൊക്കെ ഏത് കാര്യത്തിലും കാണിച്ചാലും പിന്നെ അവർ വളരെ സ്മാർട്ടായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളുകളാണ്. നല്ല സമൂഹ ബന്ധങ്ങളുള്ള ആളുകളായിരിക്കും. കുലീന സ്വഭാവമുള്ളവരായിരിക്കും. ഒരന്ധവിശ്വാസവും ഇല്ലാതെ യുക്തിപൂർവമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റാനും അവർക്ക് യോഗമുണ്ട്. ഇവർ പൊതുവേ സന്തോഷവാന്മാരാണ്, ശാന്തപ്രകൃതരാണ്, വളരെ അറിവുള്ളവരാണ്. പൊതുവെ ധനത്തിന് പ്രയാസമില്ലാത്ത നക്ഷത്രക്കാരുമാണ്. ബുദ്ധി നല്ലപോലെയുള്ള ആളുകളാണ്, പരോപകാരികളുമാണ്. ഗുരുഭക്തിയും മതനിഷ്ഠയുമുള്ള ആളുകളായിരിക്കും. ഏറ്റെടുക്കുന്ന ചുമതലകൾ വളരെ സിൻസിയറായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് അവർക്കൊരു കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉയർന്ന നിലയിലെത്താനുള്ള എല്ലാ യോഗവും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം അനുസരിച്ചാണ് ഈ ഉയർന്ന നില എന്നുള്ളത് തീരുമാനിക്കുന്നത്. ചിലർക്ക് സ്വതവേ സാഹചര്യം അനുകൂലമായിരിക്കും, ചിലർ പരിശ്രമം കൊണ്ടും കഠിന പരിശ്രമം കൊണ്ടും ഉന്നതിയിലെത്തുന്നവരുമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ പൂയ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. പിന്നെ പൊതുവെ മിതവ്യയവും എല്ലാ കാര്യത്തിലും സൂക്ഷ്മതയും ഒക്കെ പുലർത്തുന്ന ആൾക്കാരാണ്. ആത്മവിശ്വാസമുള്ള നക്ഷത്രക്കാരാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും സ്വാഭാവികമായിട്ടും അതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ കാലത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ചില സമയത്ത് മാത്രം അവർക്ക് പരാജയങ്ങൾ നേരിട്ടേക്കാം. പൂയ നക്ഷത്രക്കാരായ സ്ത്രീകളും പടിപടിയായിട്ട് സമ്പന്നതയിലേക്ക് ഉയർന്നു വരുന്ന ആൾക്കാരാണ്. ബാല്യകാലത്തിലൊക്കെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചാലും അവർ പിന്നീട് അവരുടെ ജീവിതത്തിൽ പല പല നേട്ടങ്ങളും കൈവരിക്കാൻ അവർക്ക് സാധിക്കും. സൗന്ദര്യവും സൗഭാഗ്യവും സന്താനയോഗവും എല്ലാം ഉള്ള ആൾക്കാരാണ് പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ. പിന്നെ അവരെപ്പോഴും നല്ല വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുക എന്നുള്ളത് അവരുടെ ഒരു ശീലമാണ്. നല്ല വസ്ത്രം ധരിക്കുക, നല്ല അവരുടെ ഇഷ്ടമുള്ള ആഭരണങ്ങൾ ധരിക്കുക. അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായിരിക്കും പൂയ നക്ഷത്രക്കാരായ സ്ത്രീകൾ. ഇവർ സ്വന്തം കുലത്തിന് ഉചിതമായ രീതിയിലായിരിക്കും അവരുടെ ഒരു ജീവിത രീതി. അവർ ജനിക്കുന്ന ആ സാഹചര്യത്തിൻ്റെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവരുടെ ഉന്നത നില എന്ന് പറയുന്നത് അവർ ജനിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചായിരിക്കും അവരുടെ പടിപടിയായിട്ടുള്ള ഉയർച്ച. ഏതൊരു കാര്യത്തിലും ഒരു നിഷ്ഠയുള്ളവരാണ്. അത് ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിലാണെങ്കിലും, പ്രായമുള്ളവരോട് പെരുമാറുന്നതിലാണെങ്കിലും, അതുപോലെ പഠനകാര്യങ്ങളിലാണെങ്കിലും, പ്രാർത്ഥനയിലാണെങ്കിലും എല്ലാം ഒരു നിഷ്ഠയുള്ള ആൾക്കാരാണ്. ഏത് മതത്തിൽപ്പെട്ട പൂയ നക്ഷത്രക്കാരാണെങ്കിലും അവർക്ക് മതപരമായ ആചാരങ്ങളോട് ഒരു അടുപ്പം ഉണ്ടായിരിക്കും. പക്ഷേ അത് അന്ധവിശ്വാസമായിരിക്കില്ല. അവരതിൻ്റെ യുക്തി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരായിരിക്കും. ആ ഒരു പ്രത്യേകതയുണ്ട്. പൂയ നക്ഷത്രക്കാരെ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവരതിൻ്റെ ഒരു തത്വം അല്ലെങ്കിൽ സത്ത മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. അതിഥി സൽക്കാരത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. പിന്നെ അവർ വീട്ടുകാരോട് അല്ലെങ്കിൽ ബന്ധുക്കളോട് സ്വന്തം വീട്ടുകാരോടും അടുത്ത ബന്ധുക്കളോടുമൊക്കെ വളരെയേറെ ആത്മാർത്ഥതയും അടുപ്പവും പുലർത്തുന്ന ആളുകളായിരിക്കും. കുറച്ച് എടുത്തിയാട്ടമൊക്കെ ഉണ്ടെങ്കിലും വളരെ ശുദ്ധഹൃദയരാണ്. ദോഷമൊന്നും ചെയ്യുന്ന ആളുകളല്ല പൊതുവെ. വിദ്യാഭ്യാസം കുറഞ്ഞ പൂയ നക്ഷത്രക്കാരാണെങ്കിൽ പോലും അവർക്ക് വായിച്ചും മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുമൊക്കെ ധാരാളം അറിവുണ്ടാക്കാനുള്ള കഴിവുണ്ട്. സ്വതന്ത്ര ബുദ്ധിയുള്ള ആളുകളാണ്. ഉറച്ച മനസ്സ് ഉള്ളവരാണ്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർ ഈ സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും ഇവർക്ക് ഏകാന്തതയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒറ്റയ്ക്കിരിക്കാനും അവരിഷ്ടപ്പെടും. അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യും. പുറമേ അധികം അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യുകയില്ലെങ്കിലും നല്ലൊരു സീനറി കണ്ടാൽ, നല്ലൊരു സ്ഥലത്ത് പോയാൽ അവർക്കത് നല്ലൊരു ആസ്വാദനം അതിനകത്ത് ഉണ്ട്. പിന്നെ ഗൃഹാതുരത്വമുള്ള നക്ഷത്രക്കാരായിട്ടാണ് പൂയ നക്ഷത്രക്കാർ അറിയപ്പെടുന്നത്. വീടിനോടും അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടുമൊക്കെ നല്ല അടുപ്പം ഉണ്ടായിരിക്കും. ജീവിത പങ്കാളിയോടും വളരെ അടുപ്പമുണ്ടായിരിക്കും. ഇവരുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കുടുംബസ്നേഹം, ഉപകാരസ്മരണ, ദാനശീലം, ബുദ്ധി, ക്ഷമ, കർമ്മഗുണം ഇതെല്ലാം ഉള്ള ആളുകളാണ്. മാറിയ പരിതസ്ഥിതികളോട് യോജിച്ചു പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിദേശത്തൊക്കെ പോയാൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. വലിയ ആഡംബരങ്ങൾ ജീവിതത്തിൽ കാണിക്കുന്നവരല്ല. പക്ഷേ നല്ല വൃത്തിയായിട്ടും
ജീവിതത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിച്ചുമാണ് പോകുന്നത്. ആഡംബരത്തിന് വേണ്ടി ഒരുപാട് വാരി ചിലവാക്കുന്ന ശീലം ഉണ്ടാവില്ല. നമുക്ക് ആവശ്യം എന്ന് തോന്നുന്ന ആഡംബര വസ്തുക്കൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വേവലാതിപ്പെടും. അതാണ് എപ്പോഴും ഒരു ടെൻഷൻ പിടിച്ച മനസ്സായിരിക്കും ഇവരുടേത്. പുറമേ ധൈര്യമൊക്കെ കാണിച്ചാലും ഒരു ടെൻഷൻ കാണും ഉള്ളിൽ. അതുകൊണ്ട് തന്നെ വേറൊരു കുഴപ്പം എന്താണെന്നറിയോ, ജീവിത പങ്കാളിയോട് ഭയങ്കര സ്നേഹവും വിധേയത്വവും എല്ലാം ഉണ്ടായിരിക്കും. ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ കയറി അങ്ങ് ഇടപെടും. ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങളിലോട്ട് കയറി ഇടപെടുമ്പോഴത്തേക്കും ചെറിയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാൻ അത് ഇടയാക്കാറുണ്ട്. സ്നേഹം കൂടുന്നതുകൊണ്ടുള്ള ചില കുഴപ്പങ്ങൾ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ട്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് സ്വതവേ ഉണ്ട്. പിന്നെ മറ്റുള്ളവരുടെ അധികാരവും മേൽക്കോയ്മയൊന്നും വകവെച്ച് കൊടുക്കുന്ന ഒരു രീതി ഇല്ലാത്തത് കൊണ്ടും ഇവർക്ക് കുറച്ച് മനസ്സംഘർഷം ഉണ്ടാകാം. ഏതൊരു കാര്യത്തിലും സ്വന്തം അഭിപ്രായം, സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനായിട്ട് അവർക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. അത് ഈഗോ എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. ഈഗോ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഈഗോയാണ്. കാരണം അവർക്ക് നല്ല അറിവുണ്ടായിരിക്കും ഏതൊരു ഫീൽഡിലും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ എന്തെങ്കിലും തെറ്റായൊരു അഭിപ്രായം പറഞ്ഞാൽ അത് വകവെച്ച് കൊടുക്കുകയൊന്നുമില്ല. പിന്നെ പൂയ നക്ഷത്രത്തിന് ചില പാദദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ജനിക്കുന്ന സമയവും തിഥിയും എല്ലാം കണക്കാക്കിയിട്ടേ ദോഷമുണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പൂയ നക്ഷത്രത്തിലൊരു കുട്ടി ഉണ്ടായതുകൊണ്ട് മാത്രം ആ കുടുംബത്തിൽ ദോഷം ഉണ്ടാകണമെന്നൊന്നുമില്ല. അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. ജനിക്കുന്ന സമയത്തിനാണ് പ്രാധാന്യം. പൂയ നക്ഷത്രത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ദോഷം ഉണ്ടാകുകയില്ല. ഇനി നമുക്ക് 1201 എന്ന കൊല്ലവർഷത്തിൽ, അടുത്ത മലയാള വർഷത്തിൽ പൂയ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നോക്കാം. അവർക്ക് 12ലും ജന്മക്കൂറിലുമായിട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. പിന്നെ 9ൽ ശനി, അഷ്ടമത്തിൽ രാഹു. ഇതുകൊണ്ട് അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ അവർക്ക് സൃഷ്ടിക്കപ്പെടും. ഇതിൽ 9ലെ ശനി മാത്രമേ ഉള്ളൂ കുറച്ച് ഭേദമുള്ളത്. പക്ഷേ ഈ 12ലും ജന്മരാശിയിലുമായിട്ട് വ്യാഴം സഞ്ചരിക്കുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതായത് ധനാധിപനായ വ്യാഴം 12ൽ സഞ്ചരിക്കുന്നത് ധനഭാവത്തിന് ദോഷകരമാണ്. 12ാം ഭാവം എന്ന് പറയുന്നത് എന്താണ്? ചെലവിൻ്റെ ഭാവമാണ്. പാപം വ്യയം ച പതനം നിരയേ വാമമംബകം സ്ഥാനഭ്രംശം ച വൈകല്യം ദ്വാദശേന നിരൂപയിൽ എന്ന് പറയുമ്പം സ്ഥാനഭ്രംശം, സ്ഥലം മാറ്റം ഉണ്ടാകാൻ ജോലിയിരിക്കുന്നവർക്ക്, അതും പണച്ചെലവിനാണല്ലോ സാധ്യത. അതുപോലെ തന്നെ വ്യയം, ചെലവുകൾ വർദ്ധിക്കും. പിന്നെ പാപപ്രവൃത്തികളിൽ പങ്കാളിയാകേണ്ട സാഹചര്യങ്ങളുണ്ടാകാം. നമുക്ക് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജീവിക്കുന്നു, അതായത് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു. അപ്പം നമുക്ക് ആ സർവീസിൻ്റെ പാർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ഇടപെടേണ്ടതായിട്ട് വരും. എല്ലാ കാര്യത്തിലും എതിർത്ത് നിൽക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പം സ്വാഭാവികമായിട്ടും ചില പാപങ്ങളിലൊക്കെ പങ്കാളിയാകേണ്ടതായിട്ട് വരും. വലിയ മാരകമായ പാപങ്ങളല്ല എങ്കിൽ പോലും നമ്മൾ നമ്മുടെ നോംസ് അനുസരിച്ചുള്ള, അല്ലെങ്കിൽ നമ്മുടെ തത്വശാസ്ത്രങ്ങൾ അനുസരിച്ചുള്ള വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടി വരും. അതാണ് ഇവിടെ ഉണ്ടാകുന്നത് 12ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ. വ്യാഴമാണല്ലോ ഐശ്വര്യത്തിൻ്റെയും സൽഗുണങ്ങളുടെയൊക്കെ അധിപൻ. അപ്പം വ്യാഴം 12ൽ എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന് വളരെ ഫലദാനശേഷി കുറഞ്ഞൊരു അവസ്ഥയാണ്. പിന്നെ ഈ ധനാധിപനായ വ്യാഴം, അതായത് ധനകാരകനായ വ്യാഴം 12 വ്യയത്തിൻ്റെ സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഈ ഒരു പ്രത്യേകത എന്താണ്? ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന തുക മറ്റൊരാവശ്യത്തിനായിട്ട് എടുക്കേണ്ടി വരും. മക്കളുടെ വിവാഹത്തിനോ, അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കാം, നമുക്ക് ഒരു വാഹനം എല്ലാവർക്കും കൂടെ പോകാനായിട്ട് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മറ്റൊരു അത്യാവശ്യം വരും. ഉടനെ ഈ തുക അതിനെടുക്കേണ്ടി വരും. ഇങ്ങനെ പല പല കാര്യങ്ങളിലും മക്കളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തുക വേറെ പെട്ടെന്നൊരു ലോൺ ഇപ്പോൾ അടയ്ക്കണമെന്ന് പറഞ്ഞൊരു നോട്ടീസ് വരുന്നു, അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ കരുതി വച്ചിരിക്കുന്ന തുക ചിലവായി പോവുക എന്നുള്ളതാണ് ഈ സമയത്ത് അനുഭവപ്പെടാൻ ഇടയുള്ള ഒരു പ്രയാസം. പിന്നെ ഭാഗ്യനറുക്കെടുപ്പുകൾ ഒട്ടും തന്നെ ഗുണകരമാകാൻ സാധ്യതയില്ല ഈ സമയത്ത്. കാരണം വ്യാഴം 12ൽ സഞ്ചരിക്കുന്നതും ഗുണമല്ല, ജന്മക്കൂറിലേക്ക്, അതായത് കർക്കടക രാശിയിലേക്ക് വ്യാഴം വരുന്നതും അത്ര ഗുണകരമല്ല. പക്ഷേ ഈ വ്യാഴം കർക്കടകത്തിൽ വരുമ്പം വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ചെയ്യുകയില്ല. ആ സമയത്ത് ചിലവിനെയൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഈ വർഷം സന്താനങ്ങൾക്ക് അസുഖമോ പഠനത്തിൽ ശ്രദ്ധ കുറയുകയൊക്കെ സംഭവിക്കാം വ്യാഴത്തിൻ്റെ ഈ ദുസ്ഥാന സ്ഥിതി കൊണ്ട്. ജന്മവ്യാഴം എന്ന് പറയുന്നത് എന്താണെങ്കിലും കുറേ ദുഃഖങ്ങളും മനസ്സിനൊരു പ്രയാസം, ടെൻഷനൊക്കെ നൽകുന്ന അവസ്ഥയാണ്. മാരകമായ ദോഷം ചെയ്യില്ലാത്തത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണല്ലോ കർക്കടകം. അതുകൊണ്ട്
ഇപ്പോൾ മിഥുനത്തിലാണ്, അത് കർക്കിടകത്തിലോട്ട് വന്നാലും വലിയ പ്രയാസം ആ സമയത്ത് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ധനഭാവത്തിന് അത് വലിയ ഗുണമൊന്നും ചെയ്യില്ല. ഏത് രംഗത്താണെങ്കിലും പെട്ടെന്നൊരു വിജയം നേടാനായിട്ട് സാധിക്കുകയില്ല. പലപ്പോഴും വീണ്ടും വീണ്ടും ശ്രമിക്കണം. അതായത് നമ്മൾ ഡിപ്രസ്ഡ് ആകാതെ അല്ലെങ്കിൽ പുറകോട്ട് പോകാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ, സ്ഥിരോത്സാഹത്തോടു കൂടി പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് കാര്യം സാധിച്ചു കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഓഫീസിൽ നിന്ന് ഒരു കാര്യം സാധിച്ചു കിട്ടേണ്ട കാര്യത്തിലാണെങ്കിലും പല തവണ ചിലപ്പോൾ ആ ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരും. പക്ഷേ നിരാശരാകേണ്ട, കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണെന്ന് അത് മനസ്സിലാക്കണം. അതുകൊണ്ട് അത് ഉപേക്ഷിക്കാതെ അത് സാധിച്ചെടുക്കാൻ നോക്കണം. ജോലിയിലും മറ്റും സംഘർഷങ്ങളുണ്ടാകാം, ജോലിയിൽ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ഉണ്ടാകാം, വാഗ്ദാനങ്ങൾ പലതും ലംഘിക്കപ്പെടാം. നമുക്ക് അങ്ങോട്ട് ജന്മനാട്ടിലോട്ട് സ്ഥലമാറ്റം തരാമെന്നൊക്കെ പറഞ്ഞവർ അത് മാറ്റിപ്പറയും. ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണ്, ഈ 1201 എന്ന കൊല്ലവർഷത്തെ അനുഭവിക്കുന്ന ഒരു വിഷമകരമായ അവസ്ഥ പറയാം. പല ബന്ധുക്കളും നമ്മളുടെ കയ്യിൽ ധനം കുറയുമ്പോൾ അകൽച്ച കാണിക്കുന്നത് നേരിട്ട് അറിയുകയും അതിൽ ദുഃഖം തോന്നുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. പിന്നെ കേതു ധനഭാവത്തിൽ നിൽക്കുന്നതും ഇതിനൊരു കാരണമാണ്. കേതു എന്ന് പറയുന്നത് അറിയാമല്ലോ, രാഹുവും കേതുവും നിഴൽ ഗ്രഹങ്ങളാണെങ്കിലും പാപഗ്രഹങ്ങളാണ്. അപ്പോൾ കേതുവാണ് ധനഭാവത്തിൽ ഇപ്പം ചിങ്ങം രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നത്. അതും ഒരു പ്രശ്നമാണ്. വ്യാഴം ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ ഭാവങ്ങളിൽ നിൽക്കുന്നതും ഇതിനൊരു കാരണമാണ്. അപ്പോൾ ഈ ബന്ധുക്കൾ നമ്മളിൽ നിന്ന് ഒരല്പം അകൽച്ച കാണിക്കും. അതൊരു വിഷമകരമായിരിക്കും. കടം തീർക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബന്ധുക്കളിൽ നിന്നൊക്കെ നമ്മൾ അത്യാവശ്യത്തിന് വാങ്ങിച്ച പൈസയൊന്നും സമയത്ത് കൊടുക്കാനും സാധിച്ചെന്ന് വരികയില്ല. അതുപോലെ ബന്ധുക്കൾ ആരെങ്കിലും നമ്മളോടൊരു ധനസഹായം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണവും കാണുകയില്ല. പക്ഷേ അവരത് അംഗീകരിക്കുകയില്ല. അവർ വിചാരിക്കുന്നത് നമ്മൾ നുണ പറയുകയാണെന്ന് അവർ വിചാരിക്കും. അങ്ങനെയൊക്കെയാണ് ഈ വിരോധങ്ങൾ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ന്യായമായ അവകാശങ്ങൾ പോലും ചോദിച്ച് വാങ്ങേണ്ട സ്ഥിതികൾ വന്നേക്കാം. ജോലിയിൽ പ്രമോഷനൊക്കെ അല്പം തടസ്സം വന്നേക്കാം. തൊഴിലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഗുണഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം, കുറച്ചുകൂടെ ധനം കിട്ടുക, അതായത് ശമ്പളത്തിൽ വർധനമൊക്കെ കിട്ടുക, ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നാലും സാധിക്കണമെന്നില്ല. പിന്നെ ഷെയർ മാർക്കറ്റിലൊന്നും പണം നിക്ഷേപിക്കാനായിട്ട് ഒട്ടും ഗുണകരമായ സാഹചര്യമല്ല. ആ രംഗത്ത് പ്രവർത്തിച്ച് നല്ല പരിചയമുള്ളവരുമായിട്ട് സംസാരിച്ചുറപ്പിച്ചിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഇപ്പോൾ നിക്ഷേപം നടത്തിയാൽ പൂയ നക്ഷത്രക്കാർക്ക് അത് ഗുണകരമാകണമെന്ന് ഇല്ല. പക്ഷേ ആ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ്, കയറ്റിറക്കങ്ങൾ നന്നായിട്ട് അറിയാവുന്ന കൺസൾട്ടൻസിനെ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഈ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവരോട് ചോദിക്കണം, എന്നിട്ടേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കും. പിന്നെ ദൂരദിക്കുകളിൽ നിന്ന് ഒന്നിച്ച് വന്ന് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് പലപ്പോഴും അത് സാധിച്ചെന്ന് വരികയില്ല. വീട് നിർമ്മാണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഈ തടസ്സം വരുന്നതെന്നുള്ളതാണ് പലപ്പോഴും വിഷമിപ്പിക്കുന്നത്. വ്യാഴം കർക്കിടകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ കുറച്ച് ധനവരുമാനവും ആ സമയത്ത് ഉണ്ടായേക്കാം. കന്നി, തുലാം, വൃശ്ചികം, ധനു, മേടം, ഇടവം എന്നീ മാസങ്ങൾ സാമാന്യം ഗുണകരമാണ്. പിന്നെ ഇവർക്ക് വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ശനി 9ലാണ് സഞ്ചരിക്കുന്നത്. ഭാഗ്യഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അത് മീനം രാശിയുമാണല്ലോ, വ്യാഴത്തിൻ്റെ രാശിയാണ്. അതുകൊണ്ട് കുറച്ച് ഗുണങ്ങൾ അതുവഴി ഉണ്ടാകും. ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കുറച്ച് വിജയങ്ങൾ, അല്പം ധനം കിട്ടുക, ഇതൊക്കെ സംഭവിക്കാം. പൂർവിക സ്വത്ത് ലഭിക്കാനും യോഗമുണ്ട്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ദുസ്ഥാനം കൊണ്ടുള്ള ദോഷങ്ങൾ കുറേയെങ്കിലും പരിഹരിക്കാൻ ശനിയുടെ സ്ഥിതി കൊണ്ട് സാധിക്കും. പക്ഷേ രാഹു 8ൽ നിൽക്കുന്നത് ഒട്ടും ഗുണകരമല്ല. മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന സംസാരങ്ങൾ അടുപ്പമുള്ള ആൾക്കാരിൽ നിന്ന് പോലും ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായാലും നിങ്ങൾ വലിയൊരു സങ്കടത്തിലേക്ക് പോകണ്ട. കാരണം ഇതൊക്കെ ആ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ വാഹനങ്ങൾ, വൈദ്യുതി തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം അടുത്ത ഒരു വർഷം. അതായത് ഈ രാഹു 8ൽ നിൽക്കുമ്പോൾ, 8 പറയുന്നത് ഒരു ദോഷസ്ഥാനമാണല്ലോ. അവിടെ ഈ പാപഗ്രഹമായ രാഹു നിൽക്കുമ്പോൾ വാഹനം, ആയുധം, വൈദ്യുതി ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ചെറിയ അശ്രദ്ധ പോലും അപകടങ്ങൾക്ക് കാരണമാകാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി പൂയ നക്ഷത്രക്കാർ
കൊല്ലവർഷം 1201 ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചുകൂടെ നമുക്ക് നോക്കാം. എന്നും പ്രാർത്ഥിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യണം, അതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ അവർ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഹനുമാൻ, ശ്രീകൃഷ്ണൻ, മഹാദേവൻ ഈ 3 ഈശ്വരന്മാരെയും എല്ലാ ദിവസവും തന്നെ പ്രാർത്ഥിക്കുക. അത് വളരെ നല്ലതാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒന്നെങ്കിലും പോകാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ കുറച്ച് ഒരു നെയ്വിളക്ക് തെളിച്ച് വെച്ച് പ്രാർത്ഥിച്ചാലും മതിയാകുന്നതാണ്. കഴിയുമെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അവിടെ ഒരു അവിൽ നിവേദ്യവും നടത്തുക, ഒരു വെറ്റില മാലയും സമർപ്പിക്കുക. അപ്പോൾ കുറേ ദോഷങ്ങൾ അതുകൊണ്ട് മാറിപ്പോവും. പിന്നെ ദുർഗാദേവിക്ക് അർച്ചന ചെയ്യണം. പൗർണമി ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യണം. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. ശനി സ്തോത്രങ്ങളും ശാസ്താവിൻ്റെ അഷ്ടോത്തര നാമാവലി ചൊല്ലുന്നതും ശനിയുടെ ഗുണം കിട്ടാനായിട്ട് വളരെ ഉത്തമമാണ്. ഭാഗ്യസ്ഥാനത്താണല്ലോ ശനി നിൽക്കുന്നത്. ഇനി ലോട്ടറി ഒന്നും അടിച്ചില്ലെങ്കിലും പൈസ പോകാതിരിക്കാനായിട്ട് ഇത് വളരെയേറെ ഗുണകരമാണ്. വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും മൂകാംബികാ ദേവിയുടെ നാമങ്ങൾ ചൊല്ലുന്നത് അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. മൂകാംബികാ ദേവിയുടെ നാമങ്ങൾ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. അത് നിത്യവും ചൊല്ലുന്നത് നല്ലതാണ്. പെട്ടെന്ന് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകാനും വിദ്യാ തടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ അലസത ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ പഠനത്തോട് താല്പര്യക്കുറവുണ്ടെങ്കിൽ അത് മാറാനൊക്കെ വളരെ നല്ലതാണ് മൂകാംബിക ദേവിയെ ഭജിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നവഗ്രഹങ്ങൾക്ക് ദീപം തെളിക്കണം. അത് 3 മാസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ദോഷങ്ങൾ കുറേയേറെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ, നിങ്ങളുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ ശിവക്ഷേത്രമോ വിഷ്ണു ക്ഷേത്രമോ ഒക്കെയാണ് എങ്കിലും അവിടെ നവഗ്രഹ പ്രതിഷ്ഠ ഉണ്ടായിരിക്കും പലയിടത്തും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഈ 9 വിഗ്രഹങ്ങൾക്ക് മുമ്പിലും വിളക്ക്, നെയ്വിളക്കോ അല്ലെങ്കിൽ സാധാരണ എണ്ണ വിളക്കോ ഏതാണെന്ന് വെച്ചാൽ അത് തെളിയിക്കണം. പിന്നെ നവഗ്രഹ സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നത് നല്ലതാണ്. വീട്ടിലാണെങ്കിലും നവഗ്രഹ സ്തോത്രങ്ങൾ നിത്യവും ചൊല്ലുന്നത് നല്ലതാണ്. വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുകയും അർച്ചന സമർപ്പിക്കുകയും ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കാൻ നല്ലൊരു അളവ് വരെ സഹായകരമാണ്. പൂർണ്ണമായിട്ടും പരിഹരിക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം ജ്യോതിഷപ്രകാരം 12ലും ജന്മത്തിലും വ്യാഴം നിൽക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ്. എങ്കിലും നമുക്ക് ആ പ്രതിസന്ധി കടന്നു കിട്ടാനായിട്ട് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇതാണ് പൂയ നക്ഷത്രക്കാരുടെ അടുത്ത ഒരു മലയാള വർഷത്തിലെ ഫലം ആയിട്ട് നമ്മൾ കണക്കാക്കി നോക്കിയിരിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.